ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിപ്പോൾ കുറച്ചായി വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട്. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ട്രാവൽ വീഡിയോസൊക്കെ ഒരു സീരീസ് പോലെ അത് കംപ്ലീറ്റ് ആയ ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു വർഷമായിട്ടും അത് കംപ്ലീറ്റ് ആയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വന്നു. അതുകൊണ്ടാണ്. പിന്നെ നവംബറിലും ഡിസംബറിലും ഒരുപാട് എന്താ പറയുക സ്പെഷ്യൽ ഇവൻറ്റ്സ് ഒക്കെ നടക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ വെച്ച് എന്തായാലും അത് ഷൂട്ട് ചെയ്ത് വെക്കാം. സീരീസ് കംപ്ലീറ്റ് ആയാലും ഇല്ലെങ്കിലും അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവൻ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 4 years, അതായത് എൻ്റെ അശ്വിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാകുന്നൊരു കല്യാണമാണ്. അതേപോലെ ഓൾമോസ്റ്റ് എല്ലാ കസിൻസും ഈ കല്യാണത്തിനുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്ന് വെച്ചാൽ ഒരുപാട് കാലമായി എല്ലാവരും ഒരുമിച്ച് കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഫ്ലോപ്പ് ആവാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഡാൻസ് ഞങ്ങൾ കസിൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രാക്ടീസും അതിൻ്റെ ഫണ്ണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക. പിന്നെ എൻ്റെ 2 ഔട്ട്ഫിറ്റും മേക്കപ്പും കാര്യങ്ങളൊക്കെ. സോ സ്റ്റേ ട്യൂൺ ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓരോരുത്തരായിട്ട് കാണുന്നതിലാണ് ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു ഒരു 1 yearന് ശേഷമാണ് ആദർശിനെ കാണുന്നത്. ആദർശ് എന്ന് പറഞ്ഞാൽ മുത്തു. അതാണ് നമ്മൾ ഫാമിലിയിൽ എല്ലാവരും അവനെ വിളിക്കുന്നത്. പണ്ട് ആരോ ഇട്ട പേര് അത്, പിന്നെ അതങ്ങ് വീണുപോയി. അപ്പോൾ അവനെ കാണുന്നത് ഓൾമോസ്റ്റ് 1 yearന് ശേഷമാണ്. പിന്നെ എൻ്റെ ബ്രദറിനെ ഞാനിപ്പോൾ ഒരു 3 months ബാക്ക് കണ്ട്. എന്നാലും ഇങ്ങനെ വരുന്നു പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്. ആദ്യം അവരെ കാണണം, പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വഴിയെ കസിൻസ്. എയർപോർട്ടിൽ ഞാൻ മാത്രം ആയിരിക്കും ഉണ്ടാവുക എന്ന് വിചാരിച്ചു. പക്ഷേ മുത്തുവിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റും ഉണ്ട്. ഫുൾ ഫാമിലി, ഓൻ്റെ ഫുൾ ഫാമിലിയും പിന്നെ ഓൻ്റെ സിസ്റ്റർ. ഹായ്, ദിസ് ഇസ് സ്നേഹയെയോ നമ്മൾ സ്നേഹത്തോടെ ശേഖ എന്നെല്ലാം വിളിക്കും. പിന്നെ ദിസ് ഇസ് സംഗീത്, നമ്മൾ സംഗീത് തന്നെ വിളിക്കും. എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം പാർട്ടിയല്ല, സംഗീത്, അതാണ് ഇവൻ്റെ പേര്. അങ്ങനെ സംഗീത് വിളിക്കുന്നത്. പിന്നെ ഒരു ചോട്ട. ഇത് നമ്മളെ സംഗീതിൻ്റെ സിസ്റ്റർ സിനീൻ്റെ ചോട്ടയാണ്. പേര് പറയൂ. ശ്രീകാൽ. സൂപ്പർ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. വളരെ സർപ്രൈസ് ആവും തോന്നും. കാര്യം പറഞ്ഞ് വരുത്തിച്ചത് എല്ലാവരും ഉറക്കത്തെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട്. അതുകൊണ്ട് മേക്കപ്പ് ഇല്ല, ആരും മൈൻഡ് ആക്കരുത്. ഓക്കെ, ഇനിയുള്ള സമയങ്ങളിൽ മേക്കപ്പ് ഉണ്ടാവും. ഓൾമോസ്റ്റ് ഫ്ലൈറ്റിലെ പാസഞ്ചേഴ്സ് എല്ലാം പോയിട്ടും ഇവരെ മാത്രം കാണുന്നില്ല. നിനക്കെന്താ തോന്നുന്നത്? നാട്ടിലെ ക്ലൈമറ്റ് തിരിച്ചു പോയി തോന്നുന്നു. അതും ഒരു സംശയമുണ്ട്. ഒരാളാണ് സ്റ്റക്കായി. വൈകുന്നേരമായപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും സ്നേഹൻ്റെയും മുത്തുവിൻ്റെയും വീട്ടിൽ പോയി. അവിടെ വെച്ചാൽ ബാക്കിയുള്ളവരെ കണ്ടത്. പിന്നെ കുറച്ച് സമയം വർത്താനെല്ലാം പറഞ്ഞ് മെല്ലെ പ്രാക്ടീസ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങി. ഫൈനലി ഒരു സെൽഫി. അപ്പോൾ ഇന്നാണ് ഫംഗ്ഷൻ. ഇന്ന് സംഗീത് ഫംഗ്ഷനാണ്. അപ്പം ഞങ്ങൾ രാവിലെ ഫൈനൽ പ്രാക്ടീസിന് മുത്തുവിൻ്റെ വീട്ടിലെത്തിയിട്ടാണ് ഉള്ളത്. എല്ലാവരും ഓൾമോസ്റ്റ് എത്തി. ഇനി ഒന്നും കൂടെ നോക്കണം. ആക്ച്വലി ഇന്നലെ രാത്രി പ്രാക്ടീസ് ചെയ്തെങ്കിലും പാട്ട് ഇനിയും ഫൈനലൈസ് ആയില്ല. അപ്പോൾ ഫൈനൽ പ്രാക്ടീസിന് ഞാൻ മുത്തുവിൻ്റെ വീട്ടിലേക്ക് പോവാം. ഹായ്, എല്ലാവരും നേരത്തെ എത്തിയോ? അതെ, താങ്ക് യു. അതുകൊണ്ടാ ജേഴ്സി ഇട്ടേന്നല്ലേ.
തുടങ്ങല്ലേ അപ്പൊ നമ്മള് പ്രാക്ടീസ്. ഫൈനൽ പ്രാക്ടീസ് നോക്കാം. കമോൺ കമോൺ. ഇനിയെങ്കിലും പാട്ടൊന്ന് ഫൈനലൈസ് ചെയ്യണം. ഇന്ന് വൈകുന്നേരം പരിപാടി. സ്റ്റേജ് മാത്രമേ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുള്ളൂ. പാട്ടും സ്റ്റെപ്പും ഇതുവരെ റെഡി ആയിട്ടില്ല. അടുത്തൊരു 3 മണിക്കൂർ വളരെ നിർണായകമാണ്. അതിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, 4 ദിവസത്തെ ലീവിന് വേണ്ടി മാത്രം കല്യാണം എത്തിയാൽ ആക്ച്വലി കല്യാണം ഇങ്ങോട്ട് ലൈറ്റില്ല. കല്യാണം ആരെയെന്ന് പറയുമ്പോ നമ്മളെ കസിന്റെ മോളെ കല്യാണമല്ലേ കാര്യം. നമ്മളെ അച്ചാച്ചന്റെ അമ്മമ്മന്റെ ഫാമിലി പ്ലാനിങ് ലേശം ഒന്ന് ഭയങ്കര ഡിലേ ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ് ആയിരുന്നു. ഭയങ്കര കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത ഒരു റൊമാൻസ് ആയിരുന്നു അവരുടെ. സോ വി ഹാവ് ലോട്ട് ഓഫ് കസിൻസ്. അതുകൊണ്ട് ഒരു അച്ചാച്ചൻ അമ്മമ്മക്ക് ഒരുപാട് മക്കളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കസിൻസ്. അങ്ങനെയുള്ള ഞങ്ങളുടെ ഒരു കസിന്റെ മോളെ കല്യാണമായിരുന്നു. വി ആർ ഗ്ലാഡ് ടു അച്ചാച്ചൻ അമ്മമ്മ. അതാണ് നമുക്ക് കസിന്റെ മോളാണെങ്കിൽ നമ്മളത് ഏജ് ഗ്രൂപ്പ് ആയിട്ട് അതാണ് നമ്മുടെ ഒരു വൈബ് അതാണ്. സോ വി ആർ ജസ്റ്റ് ഹെഡിങ് ടു അവർ പ്രാക്ടീസ് സെഷൻ ഗൈസ്. യെസ്. ഓക്കേ, ഞാൻ ഷോക്ക് അടിക്കുന്ന സമയത്ത് മാത്രം അതില്ലോ പരസ്യത്തിന് സമയത്ത് പണ്ട് തൊട്ടേ ഫാമിലി എക്സ്പെക്ടേഷൻസിനൊന്നും നിൽക്കാതെ എന്തിന് ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും ഇല്ലാതെ രക്ഷപ്പെട്ട ഒരു ഐറ്റാണിത്. ആൻഡ് വൺ ഓഫ് മൈ ഫേവറേറ്റ് കസിൻസ് ടു. അപ്പോൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് സംഗീത് ഫംഗ്ഷന് പോവാണ്. ഈ ബെഡിൽ വെച്ച ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഓക്കെ, അപ്പം ഞാൻ വേഗം ഫ്രഷായി ഡ്രസ്സ് ചെയ്യട്ടെ. ഞാൻ റെഡിയായി കഴിഞ്ഞു. കണ്ണാടിയിൽ എന്തെല്ലോ പൊടിയെല്ലാം ഉണ്ട്, അത് മൈൻഡ് ചെയ്യണ്ട. എത്തിച്ചെന്നാ തോന്നുന്നു മുത്തു? ടെൻഷൻ ഉണ്ടാ? നല്ല ടെൻഷൻ. നമ്മൾ സ്റ്റാർട്ടിങ് പ്രാക്ടീസ് കൂടിയല്ല, ആൾക്കാരൊക്കെ നമുക്ക് പരിചയമില്ലാത്തതായതുകൊണ്ട് ടെൻഷൻ. 3 സ്റ്റെപ്പ് വേണം, 4 സ്റ്റെപ്പ് വേണം. ഇപ്പൊ കൗണ്ട് എല്ലാം മറിച്ചുകൊണ്ട് മര്യാദക്ക് വായി നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. നോർമലി നമ്മുടെ കല്യാണങ്ങൾക്ക് നമ്മുടെ ബോയ്സ് മൊത്തം വിളമ്പലും ഒക്കെയാണ്. ഇന്നാന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ടെൻഷൻ അടിച്ചിട്ട് കാല് കൊണ്ടല്ലേ സിസ്റ്റർ നോക്കാൻ പറ്റില്ല, സിസ്റ്റർ വായി നോക്കാൻ പറ്റുന്നില്ല. കൈയും കാലും ഒരു വെറൈറ്റി. പക്ഷെ നമ്മൾ ഫുൾ കോൺഫിഡൻസിലാണ്. അത് നമ്മളങ്ങനെ കാണിക്കും. ആക്ച്വലി അല്ല, അങ്ങനെ നമ്മൾ കാണിക്കും. ഈ ഉണ്ണിയമ്മ എന്ന് പറയുന്ന സിനിമയാണോ നല്ല ബഹുമാനം കാണിക്കേണ്ടത്? ഉണ്ണിയമ്മയോട് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരോടും. ഇതിനു മുന്നേ സ്നേഹനെ കണ്ടു, പക്ഷെ ഹായ് ഗൈസ്, മാളൂനെ കണ്ടിട്ടില്ല. മാളൂന്റെ ഫുൾ നെയിം ശ്രേയ. നമ്മളെ ഫാമിലിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ബ്യൂട്ടിയാണ് നമ്മളെ പാവങ്ങളുടെ തമന്ന. ബൈ ദ വേ, ഇതാണ് വെഡിങ് കപ്പിൾ അർജുൻ ആൻഡ് മയൂര. മയൂരയാണ് എൻ്റെ കസിൻ. അങ്ങനെ മയൂരൻ്റെ അർജുൻ്റെ എൻട്രി ഒക്കെ കഴിഞ്ഞ് അവരൊരു ബ്യൂട്ടിഫുൾ കപ്പിൾ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒഫീഷ്യലി സംഗീത് പാർട്ടി സ്റ്റാർട്ട് ചെയ്തു.
അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കുമായിരുന്നു. മൊത്തത്തിൽ ഒരുപാട് എൻജോയ് ചെയ്തു ഇന്നത്തെ ഫംഗ്ഷൻ. ഇനി വെഡിങ് ഡേ. രാവിലെ തന്നെ ഞാൻ എണീറ്റ് വേഗം റെഡിയാകാൻ പോയി. കാര്യം സാരിയൊക്കെ എടുക്കാനുണ്ടേ. ആൻഡ് ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യും. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തു. പിന്നെ സദ്യ കഴിക്കാനായിരുന്നു. ഹലോ ഹലോ. സ്വന്തം അരിയിലുള്ളത് മാത്രം കഴിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും ഞാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ ഇന്ന് എൻ്റെ വേറൊരു കസിൻ്റെ, അതായത് സിനിയേച്ചിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. സോ സർപ്രൈസ് ആയിട്ട് ഞങ്ങളൊരു കേക്ക് ഒക്കെ കട്ട് ചെയ്തു. എന്റെ വക എല്ലാവർക്കും സദ്യയും കിട്ടിയല്ലോ. സദ്യ ഇഷ്ടമായില്ല എല്ലാവർക്കും. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. രാവിലെ ആ തിരക്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പോയി വന്നപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. മേക്കപ്പ് അയച്ചു മാറ്റാൻ തോന്നുന്നില്ല. ആദ്യം നമ്മൾ ഫംഗ്ഷന് പോയാലും അവിടുന്ന് തോന്നുന്നത് വേഗം എല്ലാം അയച്ച് ഫ്രീ ആവണമെന്നാണ്. പക്ഷെ ഒന്നും മാറ്റാൻ തോന്നുന്നില്ല. എന്തായാലും മാറ്റിയല്ലേ പറ്റും. അങ്ങനെ കല്യാണവും സദ്യയും പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി വെക്കേഷനൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു വർക്ക്. ബട്ട് സ്റ്റിൽ എന്തായാലും കുറേ ഇങ്ങനെ ഓർത്ത് ചിരിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കസിൻസ് ആർ അവർ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അതായത് നമുക്ക് ലൈഫിലുണ്ടാകുന്ന ചെറിയ ചെറിയ സീക്രറ്റ്സ് ഒക്കെ ആദ്യം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടാവുക കസിൻസിൻ്റെ അടുത്തായിരിക്കും. ആൻഡ് ശരിക്കും എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് ഇത്രയധികം കസിൻസ്. കുറച്ച് ദിവസം മാത്രമേ കിട്ടിയിട്ടില്ലെങ്കിലും ഈ ദിവസങ്ങളിലെ ഓരോ മൊമെൻറ്റും ഞാൻ അതിൻ്റെ കോർ വരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈഫിൽ ഇങ്ങനെ വീണ് കിട്ടുന്ന മൊമെൻറ്റ്സ് ആണ് ശരിക്കും നമ്മുടെ ഈ പ്ലാനറ്റിലെ എക്സിസ്റ്റൻസ് തന്നെ മീനിങ് ഫുൾ ആക്കുന്നത്. അടുത്ത വരവിന് ബൈ ബൈ. ടാറ്റ ടാറ്റ ബൈ ബൈ. Thank you for creating wonderful memories, dears, and miss you all.